അവനും ഞാനും അഴുക്കുചാലിൽ നിന്ന് ജീവിതം തുടങ്ങുമ്പോ ഞാൻ വെറും ഏട്ടം മാത്രമായിരുന്നോ? അച്ഛനും അമ്മയും ആയിരുന്നില്ലേ? ഈ നെഞ്ചിലൊട്ടി ചേർത്ത് വളർത്തില്ലേ? അവൻ വളർന്നു വലുതായപ്പോ എനിക്ക് അഹങ്കാരം കൂടി. ഒരാനയുടെ കരുത്തെനിക്കുണ്ടെന്ന് ഞാൻ അഹങ്കരിച്ചു. എവിടെങ്കിലും എനിക്കൊന്ന് കാലിടറിപ്പോയാൽ ഒരു താങ്ങായിട്ട് അവന്റെ കൈകൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. എനിക്ക് ശേഷം എന്നെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കെല്ലാം ഒരു തണലായിട്ട് അവൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? എവിടെ നിന്നോ വന്ന് കയറിയ ഒരു പെണ്ണിന് വേണ്ടി അവൻ എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക. പറഞ്ഞ് സബൂറാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ താഴണമെന്ന്, ഞാൻ അവന്റെ കാല് പിടിക്കണമെന്ന്? ഇല്ലേ, ഇല്ല. ഒരുത്തന്റെ മുമ്പില് ചത്ത് വീഴുന്നവരെ അതുണ്ടാവില്ല. പറഞ്ഞോളൂ, എന്താ വേണ്ടെന്ന് വെച്ചാൽ. തമ്മിൽ മുട്ടാൻ വിഷ്ണു തീരുമാനിച്ച സ്ഥിതിക്ക്. അതെ, എത്രയും വേഗം. എങ്ങനെയെന്ന് എനിക്കറിയണ്ട. അവൾ എന്റെ മുമ്പിൽ എത്തണം. സേന, വിഷ്ണു തടയാൻ നിന്നാൽ തട്ടി മാറ്റണം. ചേക്കുട്ടി ചെല്ല്. എവിടെയടി മറ്റോള്? നീ കാരണം മുമ്പ് ഞങ്ങൾ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയതാ. പക്ഷെ ഇത്തവണ ഇത് സേനു വേണ്ടിയാ. ഒച്ചയും വിളി ഉണ്ടാക്കാതെ മര്യാദക്ക് വണ്ടിയിലോട്ട് എന്ന് കയറ്. ഇല്ലെങ്കിൽ വണ്ടി എടുക്കടാ. ചേക്കുട്ടി, അവളെ ഇറക്കി വിട്. നടക്കില്ല വിഷ്ണു, തേന്ന ഞങ്ങൾ അയച്ചത്. അതിനിടയിൽ ആര് തന്നെ നിന്നാലും മുഖം നോക്കാൻ ഞങ്ങൾ പൂശും. നീ മാറിക്കേ. ഓ, എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വിടറ അവളെ. വേണ്ട ചേക്കുട്ടി, ചോര പൊടിയും. കയ്യോ കാലോ അറ്റുപോയാലേ അത് കാണാൻ നന്നായിരിക്കില്ല. ഇറങ്ങി പോ എന്റെ മുന്നിൽ നിന്ന്. നാണം കെട്ട് വന്നിരിക്കുന്നു. വിഷ്ണു വിഷ്ണു വിഷ്ണുവിനെയാണ് നേരിടേണ്ടി വരികയെന്ന് അറിയില്ലായിരുന്നോ? സേനൻ, ഇത്തവണത്തേക്ക് വിട്ടേക്കും. പക്ഷെ ഇനിയൊരു ശ്രമം നടത്തുമ്പോ സൂക്ഷിക്കണം. പുറത്തറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അറിയാലോ ഞാനിതിന്റെ പിന്നിലുണ്ടെന്നുള്ളത്. അറിയാം. ദേവം പൊക്കൊള്ളൂ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. നമസ്കാരം. ആരാ? വിഷ്ണു എന്നാണ് പേര്. അതിൽ കൂടുതൽ എന്നെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ സാർ എന്നെ ഇറക്കി വിടും. പറയാൻ കൊള്ളാവുന്ന ഒരു തൊഴിലോ മേൽവിലാസമോ ഒന്നും എനിക്കില്ല. ഇരിക്കൂ. എന്നിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കൂ. അഞ്ജന പറയുന്നതെല്ലാം സത്യമാണ് സാർ. പണവും പ്രതാപവും അവൾ മോഹിക്കുന്നില്ല. ഇത്രയും കാലം നിഷേധിക്കപ്പെട്ടിരുന്ന സ്നേഹം ഒരു ദിവസത്തേക്കെങ്കിലും കിട്ടാൻ അതിനാണ് അവൾ ഈ കുറുമ്പ് മുഴുവൻ കാണിക്കുന്നത്. തനിക്ക് പോകാം.
ഒരു തെരുവ് ഗുണ്ടയുടെ തത്വോപദേശത്തിന് ചെവി കൊടുക്കാൻ എനിക്ക് സമയമില്ല. അപ്പൊ സാറിന് എന്നെ മനസ്സിലായി. വിശ്വനാഥ മേനോൻ എന്ന പേര് നഗരത്തിന്റെ അഴുക്കുചാലിൽ ജനിച്ചു വളർന്ന എന്റെ ചെവിയിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആദരം കലർന്ന ഒരു ഭയം തന്നെ ആ പേര് എന്നെ പോലുള്ളവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അഞ്ജന പറഞ്ഞ കഥകൾ കേട്ടപ്പോ തെരുവിലെ കുപ്പത്തൊട്ടിയിൽ നിന്നും ഈ ബംഗ്ലാവ് വളരെ അകലത്തിലല്ല എന്ന് ബോധ്യമായി. ആ ധൈര്യത്തിലാണ് വന്നതും സംസാരിച്ചത്. മാപ്പാക്കണം. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും എന്ന വിശ്വാസത്തോടെ പോകുന്നു. അതിനുള്ള ശ്രമത്തിനിടയിൽ ഇഷ്ടമായില്ലെങ്കിൽ പോലും ചിലപ്പോൾ കാണേണ്ടി വരും സാർ.